മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപകടത്തിന് കാരണമായ കപ്പൽ കസ്റ്റഡിയിലെടുത്തു. നിയമ നടപടികൾ ആരംഭിച്ചു. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ 2 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അപകടത്തിന് കാരണക്കാരായ സാഗർ യുവരാജ് കപ്പലിലെ ജീവനക്കാർക്കെതിരെയാണ് മുനക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 304, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കപ്പൽ അലക്ഷ്യമായി ഓടിച്ചതായാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ നിന്ന് ചരക്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സാഗർ യുവരാജ് കപ്പൽ മത്സ്യബന്ധന ബോട്ടുകളുള്ള മേഖലയിലൂടെ പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീൻ പിടിക്കുന്ന മേഖലയിലായിരുന്നുവെന്നും കപ്പൽ ചാലിലായിരുന്നില്ല എന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതിനാൽ കപ്പലിന്റെ സഞ്ചാരപഥത്തിലുണ്ടായ പിഴവാണോ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന സംശയവും ഉയരുന്നുണ്ട്. കപ്പൽ അലക്ഷ്യമായാണ് എതിരെ വന്നതെന്ന് രക്ഷപ്പെട്ട തൊഴിലാളികളും സാക്ഷ്യപ്പെടുത്തുന്നു. ബോട്ടിന്റെ നടുവിലാണ് കപ്പൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി മുറിഞ്ഞു. എഞ്ചിനുള്ള ഭാഗം കടലിലേക്ക് മുങ്ങി. ബോട്ടിനെ ഇടിച്ച ശേഷം 200 മീറ്റർ അകലെ പോയാണ് കപ്പലിന്റെ വേഗത കുറഞ്ഞത്.